ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു ഐറ്റം ആണ്. ഇത് കാണുന്ന പോലെ ഒന്നല്ല, നല്ല അടിപൊളി സാധനമാണ്. ഇതൊന്ന് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊതുകിനെല്ലാം കൊല്ലുന്ന ഒരു മെഷീനാണ്. LED ബൾബുകളും വരുന്നുണ്ട്, പിന്നെ ഒരു ഫാനേ വരുന്നുള്ളൂ. ഇതാണ് കാര്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ CPUൻ്റെ ഉള്ളിലെല്ലാം കാണുന്ന പോലത്തെ ഒരു ചെറിയൊരു ഫാനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റ് കത്തുന്ന സമയത്ത് കൊതുകുകളെല്ലാം അല്ലെങ്കിൽ അങ്ങനത്തെ പ്രാണികളെല്ലാം ഇതിനകത്തേക്ക് അട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫാന് വഴി അത് വലിച്ചിട്ട് ഈ അടിയിലുള്ള ബോക്സിലേക്ക് അത് പോവുക ചെയ്യുക. അപ്പോൾ ഇപ്പം നമുക്ക് കാണാം ഒരു ദിവസത്തെ റിസൾട്ട്. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ജനലിൻ്റെ അടുത്ത് ഓണാക്കി വെച്ചതിന് ശേഷം കയറിയ കൊതുകുകളാണ് ഇതെല്ലാം. ഇതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ അകത്ത് കയറും. അപ്പോൾ ഒരിക്കൽ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അതിന് പുറത്ത് കിടക്കാൻ പറ്റില്ല, ഇതിൻ്റെ അകത്ത് കുടുങ്ങും അത്. അപ്പോൾ ഇതിൻ്റെ വേറെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ചെറിയ ഓട്ട ഇതിന് പിടിക്കുന്നുള്ളൂ. നമ്മൾ കറണ്ടിനെ അധികം പിടിക്കുമെന്നുള്ളതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ഇതിൻ്റെ ചെറിയൊരു ഫാനും ചെറിയൊരു LED ബൾബാണ് വരുന്നത്. അപ്പോൾ ഇതിനത്രേ കൺസപ്ഷൻ വരുള്ളൂ എന്നുള്ളതും നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ്. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. വാങ്ങിയതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഇന്നലെ ആമസോണിൽ വന്ന ബോക്സായത്. അപ്പോൾ ഇന്നലെ എനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. അപ്പോൾ ഈ ബോക്സിൻ്റെ അത് വേറെ ഒന്നും വരുന്നില്ല. ഇതിൻ്റെ ജസ്റ്റ് ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻവോയ്സ് ഡീറ്റെയിൽസാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പേര് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ വിട്ടുപോയി. ഫ്രഷ്വിൻഡിൻ്റെ മൊസ്കിറ്റോ കില്ലിംഗ് മെഷീൻ എന്നാണ് ഇതിൻ്റെ പേര്. ഈ ഒരു ബോക്സിൻ്റെ മുകളിൽ ആ ഒരു പേരാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തെല്ലാമെന്നുള്ളത് നമുക്ക് നോക്കാം. നോ കെമിക്കൽസ്, നോ റീചാർജ്, നോ സ്മോക്ക്, നോ ടോക്സിക്, നോ ഓർഡർ, നോ സൗണ്ട്, നോ ഷോക്ക് മെത്തേഡ്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഒന്നും ഇതിൻ്റെ അകത്ത് വരുന്നില്ല. അപ്പോൾ നമുക്ക് റീഫിൽ ചെയ്യേണ്ട ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ സ്മോക്കിൻ്റെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ടോക്സിക്കായ കെമിക്കലിൻ്റെ ഇതോ അല്ലെങ്കിൽ സൗണ്ടിൻ്റെ പ്രശ്നമോ ഷോക്ക് ചെയ്യുന്ന മെത്തേഡോ ഒന്നും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ട് നമ്മൾ കൊതുവിനെ ആ ലൈറ്റ് വെച്ചിട്ട് അട്രാക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ വെക്കുന്നത് വെച്ചാൽ നേരെ ജനലിൻ്റെ അവിടെ തന്നെയാണ് വെക്കുന്നത്, ഓണാക്കി വെക്കുന്നത്. അപ്പോൾ രാത്രി എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാനിൻ്റെ കാറ്റ് അധികം തട്ടാത്തൊരു സ്ഥലത്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉറങ്ങുന്ന സമയത്ത് ലൈറ്റ് ഓഫാക്കി വെച്ചാൽ അത്രയും നല്ലത്. കാരണം ഈ ഒരു ലൈറ്റ് മാത്രമേ മെയിനായിട്ട് പാടുള്ളൂ, എന്നാലേ കൊതുക് അതിൻ്റെ മുകളിൽ അട്രാക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ വേറെ ലൈറ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പവർ കുറയും. എന്തുകൊണ്ട് നല്ലൊരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കൊതുകിൻ്റെ ശല്യം കൂടുതലുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് വെച്ചാൽ 500 രൂപയാണ് പ്രൈസ് വരുന്നത് ആമസോണിൻ്റെ അകത്ത്. പക്ഷേ എങ്കിൽ 500 രൂപ കൊടുത്താലും കുഴപ്പമില്ല. കാരണം നമുക്കിത് ലോങ് ടൈം യൂസിന് നമുക്കിത് എന്തായാലും ആവശ്യം വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു.